ഞാൻ അന്ന് പറഞ്ഞ തന്നെയാണ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. ഈ കേസിൽ യാതൊരു തുമ്പുമില്ലാത്തൊരു കേസായിരുന്നു. ആവശ്യമില്ലാതൊരു വിവാദം ഉണ്ടാക്കി ഞങ്ങളെപ്പോലെ സാമൂഹികമായിട്ട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഈ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരുത്താതിരിക്കാനുള്ള സംഗതിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു അന്ന്. ഇപ്പോഴും ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്നാൽ ഒരു വിവാദം അവസാനിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല. കേരളത്തിലേക്ക് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. വാസ്തവത്തിൽ അന്നും ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ പുനർജനി പദ്ധതി പോലെ ഇത്ര നന്നായിട്ടൊരു പ്രൊഫഷണലായി നടത്തിയിട്ടുള്ളൊരു പദ്ധതി കേരളത്തിൽ വളരെ റെയറായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു സാധനത്തിന് വിവാദങ്ങളിലൂടെ എന്നോട് പല NRI ഫ്രണ്ട്സും ചോദിച്ചു എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നു. ഒരാവശ്യമില്ലാത്ത കാര്യമായിട്ട് പലർക്കും തോന്നുന്നത് വിവാദങ്ങൾ കൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാക്കി ആളുകളെ അട്രാക്റ്റ് ചെയ്ത് ഇവിടെ വികസനങ്ങൾ ഒരുപാട് മുരടിച്ചിരിക്കുന്ന സമയമാണ്. അതിന് നമുക്കൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വേറെ ഒരു താല്പര്യങ്ങളും ഇല്ലാതെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമാകുന്ന കാര്യം ഓട്ടയെന്ന് വെച്ചിട്ട് വരുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഇതുപോലുള്ള വിവാദങ്ങൾ കൊണ്ട് നടക്കും. അതാണ് സംഭവിച്ചത്. ഏതായാലും അതിലൊരു തുമ്പുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ CBI എൻക്വയറിക്ക് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഐ ആം റെഡി ടു ഫേസ് ദ CBI എൻക്വയറി. എനിക്ക് യാതൊരു ഇതുമില്ല, നമുക്കൊരു സംശയമില്ല. നിങ്ങൾ CBIക്ക് വിട്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലീൻ ചിറ്റ് കിട്ടും. ഇതിപ്പോൾ വിജിലൻസിൽ നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു, ന്യൂസിൽ കൂടെ അറിഞ്ഞു. വളരെ സന്തോഷം. ഇനി അതിനെ വിവാദമായി കൊത്തിപ്പോക്കുകയാണെങ്കിൽ വീണ്ടും ആളുകൾക്ക് വെറുതെ ഒരു സംശയം ഉണ്ടാക്കാനും കുറച്ചു കാലം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാന്നുള്ളതിലൊന്നുമില്ല. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വിജിലൻസ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും ഒരുപാട് സംഗതികളും. അപ്പോൾ ആ ഒരു വിവാദം അവസാനിപ്പിച്ചു എന്നാണ്. ഇനിയും രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് അന്യോന്യം ഇത് കേരളത്തെ കരിവാരി തേക്കരുന്നുള്ള മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. ആബ്സല്യൂട്ട്ലി അതായത് നല്ലൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി കേരളത്തിൻ്റെ ഒരു മോഡലാകേണ്ട പദ്ധതിയായിരുന്നു. ആ പദ്ധതിയാണ് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ആർക്കെന്ത് ചോദിക്കണം ചോദിക്കാം. ഞാനതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തതിന് വിജിലൻസുകാർ 3 പ്രാവശ്യം ഒരു ദിവസം ഫുൾ ഡേ എന്നെ തിരുവനന്തപുരത്ത് നിർത്തി അവർ എല്ലാം ചോദ്യങ്ങൾ ചെയ്തതാണ്. അതിനുശേഷം എറണാകുളത്തിൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ ഓഫീസിൽ വന്ന് ചെക്ക് ചെയ്ത് അവർക്കൊന്നും കിട്ടിയില്ല. അവരാകപ്പാടെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചതെന്ന് എഴുതി കൊടുത്താൽ സാറ് ഒഴിവില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. എന്നെ വെച്ചുള്ള അന്നത്തെ MLA ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു സേവനമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പണം പോലും ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറെ അദ്ദേഹം പറഞ്ഞ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഈ പദ്ധതിയിൽ ഏറ്റവും വലിയൊരു സംഗതി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതിയിലെ ഗുണഭോക്താവും ഈ ഡോണറും മോസ്റ്റ് ഓഫ് ദം ഞാൻ കണക്ട് ചെയ്ത് കൊടുത്താണ് ഞങ്ങൾ. അതായത് ആരോ ഒരാൾ സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് ഇതിനാവശ്യമുള്ളതാണ് കണക്ട് ചെയ്ത് കൊടുത്തു. അതൊരു പുതിയൊരു ആശയമായിരുന്നു അന്ന് ഞങ്ങളിത്. അതുപോലെ മിസ്റ്റർ VD സതീശൻ ചെയ്തിട്ടുള്ള വേറൊരു സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നതിന് പകരം വർക്കിംഗ് ക്യാപിറ്റൽ കൊടുത്ത് അവിടെ പൈസ സർക്കുലേറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് തോന്നുന്ന ഒരു സംഗതി വെച്ചൊരു നൂതനമായ ഐഡിയകളാണ് തോന്നുന്നത്. ആ ഐഡിയകളൊക്കെ ഈ പറവൂർ പുനർജനി പ്രൊജക്റ്റിൽ നിന്നാണ് പലതൊക്കെ വന്നിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി റീ എഞ്ചിനീയറിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഞങ്ങളവിടെ ചെയ്തത്. ആ റീ എഞ്ചിനീയറിംഗ് തന്നെ ഇപ്പോൾ കേരള റീ എഞ്ചിനീയറിംഗ് തുടങ്ങുകയാണ്. ഞാനൊന്ന് അദ്ദേഹത്തോടും പറഞ്ഞത് കേരള പുനർജനി ആക്കേണ്ടതാണ്. പറവൂർ പുനർജനി പോലെ കേരള പുനർജനി അതാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ വന്ന് എല്ലാവർക്കും ഉപകാരമാണ്. അല്ലാതെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ വികസനമല്ലാതെ ഇതിൽ വേറെ യാതൊരു പൊളിറ്റീഷ്യനും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ശക്തമായ അഭിപ്രായമുള്ള ആളാണ്. അതുപോലെ ഞങ്ങളെപ്പോലെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ വരുന്നവരെ ഇല്ലാതാക്കുന്നതായിരിക്കും വിവാദങ്ങൾ. അത് ദയവ് ചെയ്ത് ചെയ്യരുത്, ദൈവത്തോട് ചെയ്യരുതെന്നുള്ള എൻ്റെ അപേക്ഷ. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് NRIസും മറ്റുള്ള ആളുകളും ഇവിടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ക്ലൈമറ്റ് ഉണ്ടെന്ന് ആൾക്ക് വരുന്ന ഒരു സമയമാണ്. അതില്ലാതാക്കരുത്. അദ്ദേഹത്തിന് കുറച്ച് വിവരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതില്ലാന്ന് തോന്നി. വെച്ചാൽ വിദേശ ഫണ്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് അതിന് FCRA ഉണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഞങ്ങളുടെ വിദേശ ഫണ്ടിനുള്ള FCRA റിന്യൂ ചെയ്തത് 2023-ലാണ്. ഈ സംഭവം നടന്നത് 2018-ലാണ്. 19-ലാണ് ഞങ്ങൾക്ക് ഈ പൈസ വന്നെന്ന് പറയുന്നത്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ചെക്ക് ചെയ്യണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്ന ആളല്ലേ അതുപോലെ പറയുന്നത്? പാടില്ലല്ലോ അങ്ങനെ പറയാൻ. ഞങ്ങൾക്ക് അതിനുള്ള അധികാരം, ഞങ്ങൾക്ക് FCRA പെർമിഷനുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ FCRA 2023 റിന്യൂ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ആൾ ചോദിക്കാൻ പോലും പാടില്ലാത്തൊരു ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പെർമിഷൻ ഞാനിതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ പറവൂർ പുനർജനി പ്രോജക്റ്റിൻ്റെ അദ്ദേഹം MLA എന്ന് പറയുമ്പോൾ അതിനെ കൺസീവ് ചെയ്തുള്ള ആളാണ് ഞാൻ. ആ ഒരു കൺസീവ് ചെയ്ത ആൾ ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ
പെർമിഷനോട് കൂടിയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തോട് ഞാനാണ് നിർബന്ധിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളൊന്നുമില്ല. അദ്ദേഹത്തിലൂടെ ഒരു പണം പോവുക, ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാം ക്ലാരിറ്റി ഉണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ സംഗതിയിൽ മുഴുവൻ വിജിലൻസ് കൊടുത്തിട്ടുള്ളതാണ്. എത്രയോ ആളുകൾക്ക്, എത്രയോ പാവങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉപകാരങ്ങളാണത്. അതില്ലാതാക്കാൻ പാടില്ലല്ലോ. നാളെ ആർക്കെങ്കിലും വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തോന്നും ഇങ്ങനെ വിവാദങ്ങൾ വരണമെങ്കിൽ എന്തിനാണ് ഞങ്ങൾ വരണമെന്ന് തോന്നും. അതില്ലാതാക്കരുത്.